ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് വെച്ചു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് എൻഡ് ഓഫ് ദ കസ്റ്റമറിലോട്ട് എത്തുന്നത് എന്ന് നമ്മൾ പ്ലാൻ ചെയ്യണം. എന്നാൽ മാത്രമായിരിക്കും കാശ് പെട്ടിയിൽ വീഴുന്നത്. ഇതിന് പ്രധാനമായും 2 മെത്തേഡാണുള്ളത്: ഓൺലൈൻ, ഓഫ്ലൈൻ. ഓൺലൈൻ ആണെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള വെബ്സൈറ്റുകളിൽ നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നു, കസ്റ്റമർ ഓർഡർ ചെയ്യുന്നു, ഡെലിവറി കമ്പനികൾ പ്രൊഡക്റ്റ് പിക്കപ്പ് ചെയ്യുന്നു, ആ കമ്പനികൾ തന്നെ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുന്നു, കാശ് പെട്ടിക്കകത്ത് വീഴുന്നു. ഓഫ്ലൈൻ ആണെങ്കിലോ, അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഓൺ ബ്രാൻഡിൽ സ്റ്റോർ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, അതല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. അങ്ങനെ ലോക്കൽ ഷോപ്പുകളിൽ വരെ നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കാൻ പറ്റും. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായൊരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യണം. അവർക്ക് എത്രയാണ് കമ്മീഷൻ വരുന്നത്, എത്രയാണ് ഇൻസെൻറ്റീവ് വരുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യണം. അതോടൊപ്പം തന്നെ പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രൊമോഷൻ ആക്ടിവിറ്റി. അതൊരു ഏജൻസിയെ എടുത്ത് കൊടുക്കുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണോ ഇത് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ